തേങ്ങയ്ക്ക് വില കൂടി നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഒരു മാസം വരെ ഉപയോഗിക്കാൻ ഒരൊറ്റ തേങ്ങ മതിയാവും. അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. വീഡിയോ മുഴുവനായും കാണാനായിട്ട് ശ്രമിക്കുക, എന്നാലേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാകൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു തേങ്ങ പൊട്ടിച്ച് മുഴുവനായും ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചിരട്ടയിൽ ബാലൻസ് ഉള്ള തേങ്ങ ഞാനൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഫുള്ളായിട്ട് എടുക്കുകയാണ്. ഈ ഒരു വില കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് വെറുതെ കളയാൻ പാടില്ലല്ലോ, അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയായിട്ട് ഈ ഒരു തുണി ഉപയോഗിച്ച് പാലെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ പാല് പിഴിഞ്ഞെടുക്കണം. മുഴുവൻ തേങ്ങയും ഇതുപോലെ തന്നെ പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാല് പിഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ള ആ ഒരു തേങ്ങ കളയാതെ തന്നെ ആ പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഈ മുഴുവൻ തേങ്ങയിൽ നിന്നും പാലെടുത്തിട്ടുണ്ട്. അതുപോലെ ബാലൻസ് ഉള്ള ആ ഒരു തേങ്ങ ഞാനത് കൈ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ചിരകിയെടുത്ത തേങ്ങ പോലെ ആയിട്ടുണ്ട്. ഒരു ഐസ് ട്രേ എടുത്തിട്ട് അതിലേക്ക് ഈ നമ്മൾ പിഴിഞ്ഞെടുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പാല് ഒരു 8 ക്യൂബ് പാലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു 2-3 മണിക്കൂർ കൊണ്ട് റെഡിയായി കിട്ടും. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ ഞാനിതൊരു ചെമ്മീൻ ചമ്മന്തിയാണ് അരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വറുത്തെടുത്ത ചെമ്മീനാണ്. പാലെടുത്തിട്ട് മാറ്റി വെച്ച ഈ ഒരു തേങ്ങയിൽ നിന്നും ഞാൻ കുറച്ച് തേങ്ങ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം. അതിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ ഉപ്പും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അരയ്ക്കുന്നത്. ഞാനിവിടെ ചമ്മന്തി അരച്ച് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കിത് ഏത് കറിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതുപോലെ തോരനിലും ഒക്കെ ഇതിട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല. നമ്മുടെ അടിപൊളി ചമ്മന്തി ഇതായി ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ള തേങ്ങ ഒരു ബോട്ടിലിൽ ഇട്ടിട്ട് നമ്മൾ അടച്ച് ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസറിൽ തന്നെ വെക്കണം, ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മളിത് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് ഏത് ആവശ്യത്തിന് വേണമെങ്കിലും എടുത്ത് യൂസ് ചെയ്യാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തേങ്ങയൊക്കെ വില കുറവുള്ള സമയത്ത് കുറച്ച് തേങ്ങ വാങ്ങിച്ചിട്ട് അത് ചിരകി ഉണക്കിയെടുക്കാം. ഉണക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാതെ വേണം ഉണക്കി വെക്കാനായിട്ട്. ഇത് നമുക്ക് പുറത്ത് വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് 1 വർഷം വരെ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പാലപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങയ്ക്ക് പകരം ഈ ഒരു ഉണക്ക തേങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ വറുത്തരച്ച കറികൾക്കൊക്കെ യൂസ് ചെയ്യാം. എല്ലാ സാധനങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ഈവൻ തോരന് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്ത് വയ്ക്കുക. അതായത് വില കുറവുള്ള സമയത്ത് നമ്മളിങ്ങനെ വാങ്ങിച്ച് ഉണക്കി വെച്ചാൽ മതി. പാലെടുത്തിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന തേങ്ങ ഞാൻ ഫ്രീസറിൽ വെച്ചായിരുന്നല്ലോ. അപ്പം തലേന്നാണ് ഇത് ഫ്രീസറിൽ വെച്ചത്. ഇത് പിറ്റേന്ന് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അതിപ്പം പിറ്റേന്ന് എടുക്കുമ്പോൾ ഇത് നല്ല ഫ്രീസായിട്ട് ഇരിക്കുവാണല്ലോ. അപ്പോൾ അതൊരു ഫോർക്ക് വെച്ചിട്ട് ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ചധികം കറിവേപ്പിലയിലേക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയധികം കറിവേപ്പില ഞാൻ എടുത്തതെന്നല്ലേ. ഇതൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. കറിവേപ്പില മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിഠായിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടണും കൂടെ അമർത്തി വെക്കുകയാണെങ്കിൽ ഞാനിത് ഉടനെ തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ഫ്രീസറിൽ വെച്ച തേങ്ങാപ്പാലിൻ്റെ ക്യൂബ്സ് ആണ്. ഇത് ഏതെങ്കിലും കറി വെക്കുമ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണം എന്ന് തോന്നുമ്പോൾ ഇതിൽ നിന്ന് 2, 3 അല്ലെങ്കിൽ 1 ഒക്കെ ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങൾ വെക്കുന്ന കറിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല കുറുകിയ ടേസ്റ്റോട് കൂടിയുള്ള കറി നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ ക്യൂബ്സിനോടൊപ്പം അല്ലെങ്കിൽ നമുക്ക് കറി കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങയ്ക്ക് പകരം ചേർക്കാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ്. ഞാനിപ്പോൾ 1 കപ്പ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തേങ്ങ തന്നെയാണ് റിച്ച്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ വേണ്ട. ഈ കാഷ്യൂനട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ തേങ്ങാപ്പാൽ ചെയ്ത പോലെ തന്നെ ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ച് ക്യൂബ്സ് ആക്കി എടുക്കാം. ഈ ഒരു ക്യൂബ്സ് തേങ്ങാപ്പാൽ ചേർക്കാത്ത കറികൾക്കും യൂസ് ചെയ്യാം. അതുപോലെ ഇപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ക്യൂബ്സിൻ്റെ കൂടെ ഈ ഒരു ക്യൂബ്സ് കൂടെ ചേർക്കുകയാണെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാറാതെ തന്നെ നല്ല കൊഴുത്ത കറി കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് തൈര്. അത് പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോകുമ്പോൾ ആരും തന്നെ തേങ്ങ ഉപയോഗിക്കുന്നില്ല. അവരൊന്നല്ലെങ്കിൽ തൈര് അല്ലെങ്കിൽ കാഷ്നട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവരുടെ കറി നല്ല ടേസ്റ്റ് ആണ് താനും. അപ്പം നമ്മളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കറികൾക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാഷ്നട്ട് അല്ലെങ്കിൽ തൈരൊക്കെ ഉപയോഗിക്കാം. ഇത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഒട്ടും കുറയ്ക്കുന്നുമില്ല, എന്നാൽ നമ്മുടെ തേങ്ങയുടെ ഉപയോഗം നമുക്കൊന്ന് കുറയ്ക്കാനും പറ്റും. ടിപ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ.